തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. റാഗിങ്ങിന് പ്രകോപിപ്പിച്ചത് ബഹുമാനം നൽകാത്തതിനാലെന്ന എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, SFI നേതൃത്വത്തിനെതിരെയും അല്ലെങ്കിൽ SFI യൂണിറ്റ് റൂമിൽ വെച്ചാണ് ഈ മർദ്ദനമുണ്ടായതെന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ വിദ്യാർത്ഥി ഉന്നയിച്ചത്. ആ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. 24 ആ വിദ്യാർത്ഥി പറഞ്ഞ ക്രൂരമർദ്ദനത്തിൻ്റെ വിവരണം. അതനുസരിച്ച് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ, എന്തൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഗൂഗിൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലിലായിരുന്നു ഈ കോളേജിൽ റാഗിംഗ് നടന്നു എന്ന് തെളിഞ്ഞത്. അതിന് പിന്നാലെയാണ് കൂടുതൽ വകുപ്പുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കേസ് എടുത്തിരുന്നത്. ദുർബലമായ വകുപ്പുകൾ മാത്രമായിരുന്നു അന്ന് ചുമത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പോലീസ് നിർബന്ധിതരായത്. ഇന്ന് ഉച്ചയോടെ ഈ വിദ്യാർത്ഥിയെ പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തി. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ് പുതിയ വകുപ്പുകൾ കൂടി ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റാഗിംഗ് വകുപ്പ് എന്നുള്ളത്. അത് ആന്റി റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിൽ റാഗിംഗ് സ്ഥിരീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ബിൻസ് ജോസിൽ നിന്നും വിശദമായ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആ എഫ്ഐആറിൽ പറയുന്നത് റാഗിങ്ങിന് പ്രകോപിപ്പിച്ച പ്രധാന കാരണം ബഹുമാനം നൽകാത്തതിനാലാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒപ്പം തന്നെ ബിൻസ് ജോസിനെ തടഞ്ഞു നിർത്തി മുഖത്തും തലയിലും മർദ്ദിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു. ഒപ്പം തന്നെ മുളങ്കമ്പ് കൊണ്ട് അടിച്ചു, യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി മുട്ടുകുത്തി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിദ്യാർത്ഥിയുടെ മൊഴി അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ, റാഗിംഗ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുകയാണ് പോലീസ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ മർദ്ദനത്തിൽ.